ഇപ്പം എൻ്റെ കോയിനെ കാണുമ്പോൾ എന്താണ് കുറച്ചൊരു സമാധാനമൊക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം എന്താണെന്നല്ലേ, ഇവരിപ്പോൾ എന്താ പറയുക കൂടിൻ്റെ ആ ഒരു ഭാഗം ഒന്നും നനയാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടിൻ്റെ ഉള്ളിൽ, നമ്മുടെ കോഴിക്കൂടിൻ്റെ ഒരു ഭാഗമൊക്കെ. അപ്പോൾ അതിൻ്റെ പരിപാടിയാട്ടോ. ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ 3 സ്റ്റാർ യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാനേ ഇന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കാം കേട്ടോ. ഇന്ന് ഞാനിപ്പോൾ സെപ്പറേറ്റ് വോയിസ് ഒന്നും കൊടുക്കുന്നില്ല, ഇങ്ങനെ തന്നെ എടുത്തു പോലെ വിചാരിച്ചു. പിന്നെ നല്ല മഴയാട്ടോ. അപ്പോൾ ഇന്ന് എന്താ പറയുക, ചെറിയ ഒരു വൈകുന്നേരമൊക്കെ ആയിട്ടുണ്ട്, ഒരു 5:45 ആകുമ്പോഴാട്ടോ നമ്മൾ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇന്ന് ചെറുതായിട്ട് നമ്മുടെ കോഴിക്കോടിൻ്റെ ആ ഒരു ഭാഗമൊക്കെ ചെറുതായിട്ടൊരു പണിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പണിയെന്ന് വെച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല കോഴിക്കോടിൻ്റെ ആ ഒരു ഭാഗം നനയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ വലിയ കോഴികൾ ഇരിക്കുന്ന കൂടാണല്ലോ. അപ്പോൾ ആ ഒരു ഭാഗം നനയുന്നതിനെ കൊണ്ട് തന്നെ കാഷ്ടൊക്കെ നല്ലതുപോലെ നനഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് മനുഷ്യൻ്റെ പണി ലീവായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ഒരു ഭാഗം കുറച്ച് ഷീറ്റ് നമ്മൾ പുറത്തു കൂടെ ആട്ടോ വാങ്ങിയിട്ടിരിക്കുന്നത്. പിന്നെ അവിടെ നിന്ന് മഴപ്പാറിൽ തട്ടാതിരിക്കാൻ അവിടെ നിന്നൊരു ഷീറ്റ് ഇങ്ങനെ കൂടിന് ചേർത്ത്, ആ നെറ്റിന് ചേർത്ത് താഴത്തേക്ക് പുറത്തു കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നു. കണ്ടില്ലേ ഷീറ്റ് കണ്ടില്ലേ, പുറത്തെ ഭാഗത്തു കൂടി ആട്ടോ നമ്മളുടെ. അപ്പോൾ മഴപ്പാറിലൊക്കെ ഉണ്ടെങ്കിൽ തട്ടാതെ പ്ലാസ്റ്റിക്കിൻ്റെ തട്ടി പുറത്തേക്ക് അങ്ങ് വന്ന് വീണോളും വെള്ളം. അപ്പോൾ ഇപ്പോൾ മഴ പെയ്തിട്ട് കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ നമ്മളെ കോഴികളൊക്കെ അതാക്കുന്ന മഴയൊക്കെ ആയതുകൊണ്ട് വലൻ്റെ ഉള്ളിലായിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കൂട് ചോരുന്ന വെച്ചാൽ ആ ഒരു ചെറിയൊരു ഭാഗം ചോരുന്നുണ്ട് കേട്ടോ. അത് ചോരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഒരു മരമുണ്ട്. അപ്പോൾ ആ മരത്തിൻ്റെ മേലെ കൂടായിട്ട് ലീക്ക് വരുന്നത്. അപ്പോൾ ഈ കൂടിൻ്റെ എന്താ പറയുക ഒരു സൈഡിൽ തന്നെ കേട്ടോ, നടുവിൽ തന്നെ. അപ്പോൾ ആ ഒരു ഷീറ്റ് ഇവിടെ എത്തൂല. അപ്പോൾ അതിൽ നിന്ന് മരത്തിൽ നിന്ന് ഒലിക്കുന്ന വെള്ളം കേട്ടോ. അപ്പോൾ അത് വലിയ പ്രശ്നമല്ല, നമ്മളെ ആ സൈഡിൽ കൂടെ അങ്ങ് പോയിക്കോളും. ഇത് കണ്ടില്ലേ ഷീറ്റ് അങ്ങോട്ട് കുറച്ച് പ്ലാസ്റ്റിക് വാങ്ങിയിട്ടാട്ടോ. ഇപ്പോൾ മഴയായാലും നമ്മളെ എന്താ പറയുക, നമ്മൾ നല്ല കൂടൊന്നും അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മൾ കൂടിൻ്റെ ഇതിലെങ്ങനെ കോഴികൾ കയറും കേട്ടോ വൈകുന്നേരം സമയമല്ല. അപ്പോൾ ഞാനൊരു ചാക്ക് വെച്ചിട്ട് ഇങ്ങനെ അടച്ച് വെച്ചാട്ടോ ആ ഒരു ഭാഗം. പിന്നെ നമ്മളെ കൂടിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, നല്ലതുപോലെ കാഷ്ടമുണ്ടായിരുന്നു. രാവിലെയൊക്കെ നമ്മൾ വെള്ളമൊന്നും അടിച്ച് ക്ലീൻ ചെയ്യാത്തത് കൊണ്ട് തന്നെ നല്ലോണം കാഷ്ടമുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മഴവെള്ളം വരുമ്പം അതിലേക്ക് ഒഴുകി പോയിക്കോട്ടെ, കാഷ്ടം കൊലിച്ച് പോയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഈ കുറച്ച് കല്ലൊക്കെ അതേപോലെ വരിക്കി വെച്ചിട്ട് കുറച്ച് മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ഉറ്റുന്ന വെള്ളം ഇതല്ലേ, ഇവിടെ വരെ ഷീറ്റുള്ളൂ കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഉറ്റുന്ന വെള്ളം ഞാൻ ഇതാക്കുന്ന കുറച്ചൊരു ഇതുപോലെ ആക്കിയിട്ട് കുറച്ച് ചാക്കൊക്കെ വെച്ച് വെള്ളം ഇങ്ങോട്ട് വരാത്ത രീതിക്ക് അങ്ങോട്ട് പോയിക്കോട്ടെ എന്ന് വിചാരിച്ച്. അപ്പോൾ ഇതാക്കുന്ന മഴയൊക്കെ ചോർന്നാൽ നമ്മുടെ കോഴികൾക്ക് കുറച്ച് തിന്നാനൊക്കെ ഒരു ഭാഗം ഇവിടെ ഉണ്ട്. പിന്നെ അതുമല്ല, ഇപ്പോൾ മഴ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് കോഴികൾക്ക് നമ്മൾ അവിടെ ആയിട്ട് തിന്നാനിട്ട് കൊടുക്കുക കൂടിൻ്റെ ആ ഒരു ഏരിയ. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഇപ്പോൾ ഇതാക്കുന്ന കൂട് നനയാതെ നമ്മൾ ആ ഒരു കാഷ്ടമുള്ള ഇടത്തിൽ നമ്മൾ മണ്ണൊക്കെ ഇട്ടപ്പോൾ ഇതാക്കുന്ന നല്ല വൃത്തിയായിട്ടോ. അപ്പോൾ സ്മെല്ലൊക്കെ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മരപ്പൊടിയൊക്കെ ഇട്ടുകൂടെ എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ മരപ്പൊടി ഇപ്പോൾ എങ്ങനെയാണ് കോഴികളൊക്കെ ചെനക്കി നമ്മൾ പുറത്തേക്ക് കളയും. ചെറിയ നെറ്റാണല്ലോ. അപ്പോൾ നല്ല കൂടോ അല്ലെങ്കിൽ നല്ല സിമെൻറ്റും കട്ടയൊക്കെ സൈഡിൽ കൂടെയൊക്കെ വെച്ച കൂടുകളൊക്കെ ആണെങ്കിൽ നമുക്ക് ചകിരിപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം. പക്ഷേ ഇതൊന്നും പറ്റാത്തൊരു ഇതാട്ടോ. അപ്പോൾ വെള്ളം കണ്ടില്ല ഇങ്ങോട്ട് പോകാതിരിക്കാൻ വേണ്ടി ചെയ്താട്ടോ. അപ്പോൾ നമ്മൾ കോഴികൾ ചിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ ചെനക്കുന്നതിന് വേണ്ടിയിട്ട് പഴയ ചാക്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഇട്ട് വെച്ചതാട്ടോ. ഇപ്പോൾ ഇതേപോലെ നമ്മുടെ മഴയൊക്കെ ആയാൽ നമ്മുടെ കോഴികൾക്കൊക്കെ കയറി നിൽക്കാനൊക്കെ പറ്റൂട്ടോ. ഇവിടെ ഈ ഒരു ഇതില്ലേ, അപ്പോൾ ഇവിടെ ഫുള്ളും വെക്കണമൊക്കെ എനിക്കുണ്ട്. പക്ഷേ ഫുള്ളും വെച്ചാൽ പിന്നെ നമുക്ക് കോഴിനെ കൂടൊക്കെ അടയ്ക്കാൻ പോകണമെങ്കിൽ പ്രശ്നമാകും. അപ്പോൾ ഞാനിത് അവിടെ ഈ ഒരു കമ്പ് മാത്രമേ വെച്ചുള്ളൂ കേട്ടോ. ഇത് ഞാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇതിലേക്ക് കയറാൻ വേണ്ടിയിട്ടാട്ടോ അങ്ങനെ വെച്ചത്. പിന്നെ ഈ ഒരു കൂട് നല്ല ഇനിയിപ്പോൾ നെറ്റൊക്കെ അടിക്കണം. അപ്പോൾ മഴയൊക്കെ ഒന്ന് വിട്ട് നിൽക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാട്ടോ. കൂട് ഏകദേശം ഒന്ന് പോയിട്ടുണ്ട്. പിന്നെ വൈകുന്നേരം സമയമായി കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ എല്ലാ കോഴികളും ഈ ഒരു കൂടിൻ്റെ മേലെ ഭാഗത്തുണ്ടാവും കേട്ടോ. നമ്മളിനി എത്ര വല ഇങ്ങനെ വെച്ചാലും ഇതിലെങ്കിലൊക്കെ ആ കോഴികൾ കയറി അങ്ങോട്ടെത്തും. ഇപ്പം മണ്ണൊക്കെ ഒന്ന് ചെനക്കി വിട്ടപ്പോൾ കോഴികളൊക്കെ എന്താ പറയുക ഒന്ന് ചെനക്കാൻ തുടങ്ങിയിട്ട് ചെനക്കി തിന്നാൻ തുടങ്ങിയിട്ട്. എന്താ വെച്ചാൽ ഇങ്ങനെ ഇതാണ് മഴ പെയ്താലുള്ളൊരു ഗുണം എന്ന് പറയുന്നത് കേട്ടോ. കൂടിൻ്റെ ഒരു ഏകദേശം പരിസരമൊക്കെ ഒന്ന് നനയാതെ നിന്നാൽ നമ്മളെ കോഴികൾക്ക് മഴയത്തും ഇതേപോലെയൊക്കെ ഒന്ന് എന്താ പറയുക നനയാതെ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കാമല്ലോ.
ഇവരിപ്പോൾ എന്താ പറയുക കൂടിൻ്റെ ആ ഒരു ഭാഗം ഒന്നും നനയാതെ നിൽക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് ചെറിയൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ കൂടിൻ്റെ ഉള്ളിൽ, നമ്മുടെ കോഴിക്കൂടിൻ്റെ ഒരു ഭാഗമൊക്കെ. അപ്പം അതിൻ്റെ പരിപാടിയാട്ടോ. ഞാനിന്ന് ചെറിയൊരു വീഡിയോ ആയിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ. നമ്മുടെ ഈ ഒരു വീഡിയോ നമ്മളിപ്പോൾ എല്ലാ കാര്യങ്ങളൊക്കെ പറയുന്നതാണല്ലോ. അപ്പോൾ ആ കൂട്ടത്തിൽ ഇന്ന് ചെറിയൊരു വീഡിയോ അങ്ങനെ എടുത്തത് മാത്രം. അപ്പോൾ എന്തായാലും നമ്മളെ കയ്യിൽ മൈക്കില്ല. അപ്പോൾ എന്തായാലും മഴ പെയ്യുന്നതിൻ്റെ ആ ഒരു ഒച്ച എന്തായാലും ഉണ്ടാവുമെന്ന് എനിക്കറിയാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ ഒരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ ഷെയർ എന്ന് മറന്നു വരുന്നത്. പിന്നെ പുതുതായിട്ട് നമ്മുടെ ചാനൽ ആരെയും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു വീഡിയോ കാണാം.